സമാധാനമായി. ഇനി ഡൊണേഷന്റെ കാര്യം ചോദിക്കാമല്ലോ. ഇത്തവണ നല്ലൊരു തുക തന്നെ ഡൊണേഷനായിട്ട് തരാൻ പറയണം. അതിന് ഞാനിപ്പോ അവന്തിക മാഡത്തിനോടല്ലോ സംസാരിക്കുന്നത്. പിന്നെ ആരാ? ആ കൊച്ച അവന്തിക മാഡം അന്ന് ഇവിടുന്ന് തെത്തെടുത്തോണ്ട് പോയില്ലേ, ആ മോള്. എന്തായാലും ഭാഗ്യമുള്ള കുട്ടിയാണ്. ദത്തെടുത്താണെങ്കിലും അവന്തിക മാഡം ആ കുട്ടിയെ സ്വന്തം മുള പോലെ തന്നെയാ വളർത്തുന്നു. ചില ജാതകങ്ങൾ ഇങ്ങനെയാണ്. ജന്മം അനാഥമാണെങ്കിലും ജീവിതം അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കും. അതെ, ഇല്ലെങ്കിൽ ഈ കുട്ടിയെ അവന്തിക മാഡം ദത്തെടുക്കുമായിരുന്നോ? അപ്പോ ഡൊണേഷന്റെ കാര്യം സൂചിപ്പിക്കുന്നില്ലേ? അല്ല മോളെ, ഹലോ, കട്ടായെന്ന് തോന്നി. ഇനി പിന്നെ വിളിക്കാം. ആ, ആ കൊച്ച അവന്തിക മാഡം അന്ന് ഇവിടുന്ന് തെത്തെടുത്തോണ്ട് പോയില്ലേ, ആ മോള്. ദത്തെടുത്താണെങ്കിലും അവന്തിക മാഡം ആ കുട്ടിയെ സ്വന്തം മുള പോലെ തന്നെയാ വളർത്തുന്നു. മോളെ, മോളെ, ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. ഇവിടത് എവിടെ പോയി? ആ കൊച്ച അവന്തിക മാഡം അന്ന് ഇവിടുന്ന് ദത്തെടുത്തോണ്ട് പോയില്ലേ, ആ മോള്. ദത്തെടുത്താണെങ്കിലും അവന്തിക മാഡം ആ കുട്ടിയെ സ്വന്തം മുള പോലെ തന്നെയാ വളർത്തുന്നു. ആഹാ, ഇവിടെ വന്നിരിക്കണോ? ഇങ്ങനെ ഇരുന്നാ മതിയോ? ഭക്ഷണം കഴിക്കണ്ടേ? മോളെ, വേണ്ട, എന്നെ തൊടണ്ട. അമ്മയൊന്ന് പറയട്ടെ മോളെ. ഒന്നും പറയണ്ട. എല്ലാ കുട്ടികളും അവരെ അച്ഛനെ പറ്റി സ്നേഹത്തോടെ പറയുമ്പോ എനിക്ക് മാത്രം എന്റെ അച്ഛനെ പറ്റി ഒന്നും പറയാനില്ല. എല്ലാവരുടെ അച്ഛന്മാർ സ്കൂളിൽ വരും. എന്റെ അച്ഛൻ മാത്രം ഒരിക്കലും വന്നിട്ടില്ല. കൂട്ടുകാരെ കളിയാക്കൽ കേൾക്കാൻ എനിക്കിനി വയ്യ. ഇന്ന് എന്റെ അച്ഛനെ അമ്മ സ്കൂളിൽ കൊണ്ടുവരുമെന്ന് എനിക്കിപ്പോ വാക്ക് തരണം. ഇല്ലെങ്കിൽ ഞാൻ ഇനി ആ സ്കൂളിൽ പോവില്ല. എന്റെ മോളിനി കൂട്ടുകാരുടെ മുന്നിൽ നാണം കെടണ്ട. ഫാദേഴ്സ് ഡേ സെലിബ്രേഷന് അമ്മ അച്ഛനെ കൊണ്ടുവരും. സത്യം? സത്യം. അമ്മോ, ഇന്ദൂട്ടി, നിങ്ങൾ രണ്ടോരും മത്സരത്തിനുള്ള പ്രസംഗം പഠിച്ചോ?
ഞാനത് നോക്കി വെച്ചിട്ടുണ്ട്. അച്ഛനെ കുറിച്ചല്ലേ, അത് ഞാൻ സ്റ്റേജിൽ പറഞ്ഞോളാം. ആഹാ, അത് കൊള്ളാലോ. മോളെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ? ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ആ സമയത്ത് മനസ്സിൽ വരുന്ന അങ്ങ് പറയും. ഇവൾ ഇതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും അല്ലേ? എല്ലാം വീട്ടിൽ നിന്ന് കാണാതെ പിടിച്ചിട്ട് വന്നായിരിക്കും. അല്ല, എന്തൊക്കെയാ ഇവിടുത്തെ പ്രോഗ്രാംസ്? എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട്? കുട്ടികൾക്കിടയിൽ നാണം കിടാതിരുന്നാ മതിയായിരുന്നു. ആ, എനിക്ക് പ്രിൻസിപ്പളിനെ ഒന്ന് കാണണം. മോളോട് നിൽക്കേട്ടോ. ശരി അച്ഛാ. എന്നാ നമുക്കങ്ങോട്ട് നടന്നാലോ? പക്ഷേ ചിപ്പി വന്നില്ലല്ലോ ഇതുവരെ. ദേ ചിപ്പി വന്നു. വാ മോളെ. വാ. സച്ചി അങ്കിൾ ഹായ്. മോളെ, എന്താ മോളെ കാണിക്കുന്നേ? എങ്ങോട്ടേ ഓടുന്നേ? ഇവിടെ നിന്നാ മതി. അമ്മേ, എന്റെ ഫ്രണ്ട്സ് സച്ചി അങ്കിളും. അവരൊക്കെ അവിടെ നിന്നോട്ടെ. അല്ലെങ്കിലും മോളുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുമല്ലോ. വെറുതെ എന്തിനാ ഓടി തട്ടിത്തടഞ്ഞു വീഴുന്നേ, അല്ലേ? വാ